ഹേ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് ഹാപ്പിയുടെ താടിയും മുടിയൊക്കെ വെട്ടാനായിട്ട് താടിയും മുടിയോ ഹാപ്പിയുടെ നെയിലും ഹെയറൊക്കെ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കാനായിട്ട് പോവുകയാണ്. ഞാൻ മേടിച്ച സമയത്ത് ഇവനെ ഗ്രൂം ചെയ്യിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഭയങ്കര ചെറുതായിട്ടിരുന്നല്ലേ, ഇപ്പം ഇവ ശരിക്കും ഭയങ്കര വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൈസ്. കാരണം ഈ ഹെയർ എല്ലാം കൂടെ ഭയങ്കരമായിട്ട് വളർന്നപ്പോൾ ഇവൻ വലിയൊരു ചെറുക്കനായ പോലെ എനിക്ക് തോന്നുന്നു. അതെ, വലിയൊരു പുരുഷനായ പോലെ എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഇവനിപ്പോൾ കണ്ണൊന്നും കാണുന്നില്ല. ഇതൊക്കെ വീണിട്ട് പലയിടത്തും ചിലപ്പോൾ നമ്മളൊക്കെ വന്ന് ഫ്രണ്ട് ചെയ്താൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവര് കുരയ്ക്കുന്നത്. ഇവൻ വിചാരിച്ച് വേറെ ആരോ ആയിരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഇവ കുരച്ചിട്ട് അപ്പോഴാണ് മനസ്സിലായത് ഇവനിപ്പൊ കണ്ണ് കണ്ടുകൂടായെന്ന്. അപ്പൊ എന്തായാലും അവനെ കൊണ്ടുപോയിട്ട് ഒന്ന് ഹെയർ ഒക്കെ കട്ട് ചെയ്യണം. അത് മാത്രമല്ല നെയിലും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതെ, പക്ഷെ അത് നമ്മളെ കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. കാരണം ഇവന്റെ ഈ നെയിലിന്റെ ഇടയിലൊക്കെ അവരുടെ സ്കിന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് മുറിഞ്ഞിട്ട് ബ്ലഡ് വരും. അങ്ങനെ ഒരു വട്ടം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. ഞാൻ തന്നെ അങ്ങ് കട്ട് ചെയ്യാതെ വിചാരിച്ച് ഞാൻ കട്ട് ചെയ്തായിരുന്നു. പക്ഷെ അവന്റെ നെയിലിന്റെ ഇടയിൽ നിന്ന് ബ്ലഡ് വന്നായിരുന്നു ഗൈസ്. അതോടൊപ്പം എനിക്ക് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അങ്ങ് പേടിയായി. പിന്നെ ഞാൻ ചെയ്തില്ല. അത് അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് പറ്റിയ പരിപാടിയല്ല അത്. അതെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. അമ്മ ഒന്ന് ട്രൈ ചെയ്യാൻ ഞാൻ നഖം വെട്ടിയൊക്കെ എടുത്ത് അപ്പൊ ഇന്ന് പോയിട്ട് അവന് ഹെയർ കട്ട് ചെയ്യണം. അത് മാത്രമല്ല വാക്സിൻ എടുക്കണം കേട്ടോ. ഇവന്റെ വാക്സിൻ നമ്മൾ എന്നായിരുന്നു എടുത്ത? 1 മാസം ആയെന്ന് തോന്നുന്നില്ലേ? ഇപ്പൊ ടൈം കഴിഞ്ഞു, അവന്റെ വാക്സിൻ എടുക്കാനുള്ള ടൈം കഴിഞ്ഞു. ഇന്ന് കുണ്ടിയില് 2ാമത്തെ ഇഞ്ചക്ഷൻ കുത്തുവേ, 2nd ഡോസ്. അവ ഒളിച്ചിരിക്കണം കണ്ടോ. അപ്പൊ പോവാം. അതെ, ഇവൻ വളർന്നു. പക്ഷെ ഇവൻ വളർന്നത് എനിക്ക് തോന്നുന്നു ഈ ഹെയർ വളർന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് വലുതായിട്ട് തോന്നുന്നത്. ഹെയർ കട്ട് ചെയ്യുമ്പോഴത്തേന് പഴയ പോലെ കുഞ്ഞാവുമായിരിക്കും. വളർന്നോ നീ? അപ്പൊ എന്തായാലും ഗൈസ്, നമുക്ക് ഇറങ്ങാൻ പോയിട്ട് ഹാപ്പി ഗ്രൂം ചെയ്യിക്കാം. പിന്നെ വാക്സിൻ കൂടെ എടുക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ ഈ പരിപാടി. അപ്പൊ പോയാലോ? അതെ, അപ്പൊ അടുക്കളയിലാണ്ട് കീറിയും കടന്ന് വെയിലല്ലേ ഭയങ്കര. ഇതായിരിക്കുന്ന അവരെടുത്ത് മടി വെച്ചോ. വേണ്ടേ കാഴ്ച കാണൊക്കെ തുടങ്ങി ഹാപ്പി. വേണ്ടേ ഇവന്റെ നഖമുണ്ട് കേട്ടോ. എന്റെ സീറ്റ് അള്ളുവെന്തോ. എന്നാ ഇപ്പൊ ഹാപ്പിയുടെ കുണ്ടി അടിച്ച ഇപ്പൊ പൊട്ടിക്കുന്നു നോക്കിയോ. അങ്ങനെ ഒരു അസുഖമുണ്ട് ഇവന്. വണ്ടിക്കകത്ത് പോകുമ്പോഴത്തേന് സീറ്റിൽ അള്ളും. ചുക്കണാമണി ഞാൻ വിടുന്ന എടുത്ത് നോക്കിയോ. ആ സിംഗിൾ ലഡു ഇപ്പൊ ബാക്കിയുള്ളൂ. ഞാനൊരു ലഡു ഇല്ലാത്തവരാണ്. അവൻ കുലുങ്ങും. ബ്രേക്ക് പിടിച്ചപ്പോ ഹാപ്പി തറകളത് ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പാവം ബ്രേക്ക് പിടിച്ചപ്പോ ഒരു സൗണ്ട് നോക്കുമ്പോ ഹാപ്പി തലയെ കുത്തി കിടക്കുന്നു. ഓ കൊടുത്താ ചെല്ലടാ. അമ്മ എടുത്ത് കൈ പിടിക്കും കേട്ടോ. ചെതുക്ക നോക്കി ഇതിക്ക്. എനിക്ക് വണ്ടി കയറി സീറ്റ് ബെൽറ്റ് ഇടണോന്ന് പറഞ്ഞൂടെ? അമ്മ ഇവന് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇരുത്തിച്ചാലോ? വിറ്റായിരിക്കും അല്ലേ? മൃഗാശുപത്രി എത്തിയിട്ട് വരാ സുഹൃത്തുക്കളെ. ആദ്യം ഇഞ്ചക്ഷൻ എടുക്കുന്ന നമുക്ക് കൊണ്ട് ശരിയാക്കിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ചിലപ്പോ പിന്നെ അവന് ഒരുമാതിരി ആയിരിക്കൂലേ. ആണോ ഇപ്പൊ എന്തിരിക്കുന്ന? നമുക്ക് കൊണ്ട് മുടിയൊക്കെ വെട്ടിട്ട് വന്നിട്ട് വാക്സിൻ എടുക്കാല്ലേ? പെണ്ണ് കെട്ടിക്കാൻ പോന്നാ കൊണ്ട് വൃത്തിയാക്കിട്ട് ഗ്രൂമൊക്കെ ചെയ്യിച്ച് സംബന്ധം കഴിച്ചാ പോന്നോ. ഇന്ന് ഹാപ്പി ലുക്ക് ആവും ഗൈസ്. ഗ്രൂമൊക്കെ ചെയ്ത് ഇനിയിപ്പോ പെമ്പിള്ളാരൊക്കെ പുറക്കെ വരും. കമ്പനിക്കാരൊക്കെ ഉണ്ടാകും ഇവന്. കുറെ പൂച്ചക്കുട്ടികളായിട്ട് കമ്പനി ഇവന്റെ. എത്തിയിട്ട് വരാം ഗൈസ്. ബൈ. ഹാപ്പിയുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് കയറ്റി കേട്ടോ. ഇവന്റെ ബാക്ക് സൈഡിൽ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് ജട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞാലേ പറ്റും. തലയിലൊന്നും ഇല്ല, പക്ഷെ ബാക്ക് സൈഡിൽ നന്നായിട്ട് ജട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെയർ നല്ല രീതിക്ക് കട്ട് ചെയ്യേണ്ടി വരും. ഇതിൽ കാണാൻ പറ്റുമല്ലേ? ഓ ഓ ഓ ഓ. അപ്പോൾ ഒരുപാട് കയറ്റി വെട്ടിയാ കട്ടാവും. ഹാപ്പി മിണ്ടാണ്ടൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, അത് പെട്ടെന്ന് വളർന്നു വരും. പ്രശ്നമില്ല. അവൻ ചെറുതായതുകൊണ്ട് കുറച്ച് പോട്ട്. അതുകൊണ്ട് ഇവ ഒരുപാട് വലുതായ കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഇവ എപ്പോഴും ചെറുതായിട്ടിരിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് നേരം പോട്ട് കുഴപ്പമില്ല. ഇതെന്തിനാ ഇങ്ങനെ ഇടിക്കണേ? എന്റെ ഇടിച്ചൊക്കെ കത്തിപ്പോയി, അതാ ഇങ്ങനെ ഇടിക്കണേ. അമ്മയ്ക്ക് എന്ത് ഇത്ര വിഷമം?
അയ്യോ ഹാപ്പിയുടെ രോമം മൊത്തവും പോയി. അവന്റെ ഫുള്ള് പോയി ഏട്ടാ. പക്ഷെ ചീപ്പ് വിട്ടാലും മതിയായിരുന്നു. ചീപ്പ് ഇട്ടാലും മതിയായിരുന്നു തോന്നി. എനിക്കിപ്പോ അത് തോന്നുന്നു. വെട്ടി കഴിഞ്ഞപ്പോ എന്തോ മാതിരി തോന്നി. ഞാൻ പറഞ്ഞില്ലേ ചീപ്പ് വിട്ടാലും മതി. പിന്നെ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് വളരുമെന്ന് പറഞ്ഞു പുള്ളി. എന്താണ് പിന്നെ പറയാൻ അച്ഛനോട് പറയാൻ വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് അതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞ നമ്മള് ഒരു 4 പീസ് ഫ്രൈഡ് ചിക്കൻ പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. നമ്മ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചിട്ട് കുറെ നാളായി. അത് കട്ട് ചെയ്തോണ്ട് ഇരിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഫേസിൻ്റെത് മാത്രമേ കട്ട് ചെയ്യാനായിട്ടുള്ളൂ. പുള്ളി ഫേസിൽ കട്ട് ചെയ്യുമ്പോൾ എന്തോ നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയ കണ്ണിൽ ആ സാരമില്ല, അത് പെട്ടെന്ന് വളർന്നു വരും. പണ്ട് ഇതുപോലെ അമ്മ എന്നെ കൊണ്ട് മുടി വെട്ടിച്ചിട്ടേ അമ്മ വീട്ടിൽ വന്നിട്ട് ഇതാ എൻ്റെ അടുത്ത് പറയുന്നത്. അതേ 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്നൊക്കെ വളർന്നു വരും. അവന് വെയിറ്റ് ഉണ്ട് കേട്ടോ, 4 കിലോ അടുപ്പിച്ച് വെയിറ്റ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും ഫുഡ് വരട്ടെ. ഉച്ച സമയമായിട്ടെ, അതിൻ്റെ സമയം 2 മണിയായിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിയത്. അതിനോട് നല്ല വിശപ്പ്. നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ കഴിക്കാം. ബർഗറാണോ? ബർഗർ കഴിച്ചിട്ട് കഴിക്കാം. ഒത്തിരി നേരം എടുത്തല്ലേ, വിശന്ന് പണ്ടാരം അടങ്ങിട്ടോ. എടുത്ത് കഴിയുമോ? എനിക്ക് ലെഗ് പീസ് പണ്ടേ ഞാൻ ആർക്കും കൊടുക്കാറില്ല, അതുകൊണ്ട് അതൊന്നും ആരും പ്രതീക്ഷിക്കല്ലേ. ബണ്ണ് വേണം അമ്മയ്ക്ക്. എൻ്റെ അമ്മ ചെറുതായി പോയല്ലേ. ഡിപ്പിലങ്ങോട്ട് മുക്ക. ഓ ഭയങ്കര ചൂട്. ടേസ്റ്റ് ഉണ്ടോ? പക്ഷെ ഒത്തിരി ചൂടായാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല ടേസ്റ്റ്. അപ്പം ഒന്ന് തണുത്താലേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കൊള്ളാല്ലേ? കാണായിരുന്നേ കിടന്നോ? ബീഗിളുടെ കണക്കൊക്കെ ഇരിക്കുന്നു ഇപ്പൊ. ഇത് പുതിയ സ്റ്റൈലാ. ഇപ്പൊ എന്നെ കാണാൻ ഋഷഭ് ഷെട്ടിയുടെ ഒരു ലുക്കില്ലേ? പുള്ളിയുടെ ഷഡ്ഡിക്ക് പോലും ഇതിലും ലുക്കുണ്ട്. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമടാ. ആ വാടാ വാടാ. കോത്താഴും വലുത് ശശികൊക്കിന്റെ ആണെങ്കിലും കൊടമാറ്റം നന്നായത് മൂങ്ങ സാറിന്റെ തന്നെയാ. അത് താൻ എന്നോട് വാശി പിടിക്കണ്ട. ഞാൻ ഇറങ്ങിയത് ഹാപ്പിയെ കണ്ട എട്ടം വിറ്റ അമ്മ കൊണ്ടുപോവാ. ഹാപ്പിയെ ഗർജിക്കുന്ന സിംഹമായിട്ട് പോയി ഡോഡോ പക്ഷിയായിട്ട് തിരിച്ചു വന്നു. പൊതിഞ്ഞൊക്കെ വെച്ചേക്കുന്ന രോമൊക്കെ പോയി. അയ്യേതോ ഹാപ്പിയുടെ മുടിയൊക്കെ വെട്ടി കളഞ്ഞ് പകുതി ആയപ്പോ ഇച്ചിരിയുള്ള. അയ്യോ ഈശ്വരാ, നാടൻകൂത്തി ആയോ ബൈ ബൈ. വാലുണ്ടച്ചാ, വാലുണ്ട് കേട്ടോ. വേണ്ട, വാല് സെറ്റാ. ബോഡി ഇച്ചിരിയായി. ഹാപ്പി പോയി കണ്ണാടി പോയി നോക്കടാ, നിന്റെ മൂഞ്ചി വിറ്റ. അയ്യേ ഇവരെ കാണുമ്പോ ഇല്ല, ഇത് 1 മാസം കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് വളരും. ഈ സംഭവം എന്ന് വെച്ചാൽ ഇവന്റെ മേത്ത് ജടയുണ്ട്. അപ്പൊ ആ ജടയുടെ ലെവലിനെ വെട്ടി കളയാൻ പറ്റും ഫുൾ ബോഡി. അങ്ങനെ വെട്ടിയതാ. ഹാപ്പി ഇങ്ങ വാ, ഇങ്ങ വാ. ഓക്കെ, പക്ഷെ വലിയ വൃത്തിയേടൊന്നും ഇല്ലല്ലേ. പക്ഷെ ആളങ്ങ് വലിഞ്ഞ് എന്ന് വെച്ചാൽ അങ്ങ് മെലിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അവന് കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അവനൊരു ഇത് അവന്റെ സ്പ്രേ കേട്ടോ. രാവിലെ പോകുമ്പോ എടുത്ത് അടിക്കല്ലേ. ബാക്കിയുള്ള പുറത്തുള്ള പട്ടികളൊക്കെ കൂടി വരും അച്ഛന്റെ കൂടെ കേട്ടാ. ശ്രദ്ധിക്കണേ. ഞാൻ ഇത് മേടിച്ചപ്പോഴേ ഞാൻ ആദ്യം അമ്മ എടുത്ത് പറഞ്ഞതാ, എടുത്ത് അടിക്കല്ലേ അച്ഛാ, പട്ടിയുടേതാ. പുറത്തോട്ടിറങ്ങിയ നാടൻ കൂത്തികളെല്ലാം അച്ഛന്റെ കൂടെ കൂടും. ഫോണ്ടാപെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ. ഇത് ചെള്ളിന്റെ മരുന്ന് കേട്ടോ. അവന്റെ മേത്ത് കുറച്ച് ചെള്ളുണ്ട്. മറ്റേ അവന്റെ മേത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കറുത്ത ഡോട്ടില്ലേ, അതൊക്കെ ഈ ചെള്ളിന്റെ മുട്ടകളാ.
അതപ്പോഴത്തേന് ഈ സാധനം യൂസ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് മറ്റേ പെടലിന്റെ സൈഡിൽ ഒഴിച്ചു കൊടുത്താൽ മതി. മസാജ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇട്ടിരുന്നാൽ മതി. പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 10 ദിവസത്തേക്ക് കുളിപ്പിക്കേണ്ടിരുന്നാൽ മതി. പിന്നെ അവനൊരു വിരേന്റെ മരുന്നും മേടിച്ചു. വിരയൊന്നും ഇളക്കിയിട്ടില്ലല്ലോ, അപ്പൊ വിരേന്റെ മരുന്ന്, പിന്നെ ഒരു കോമ്പും കൂടെ മേടിച്ചു കേട്ടോ. നമ്മുടെ ഇരിക്കുന്ന കോമ്പ് ഒരു റൗണ്ട് ഷേപ്പിലുള്ളതാ. ഇത് കറക്റ്റ് പ്രോപ്പർ സാധനമാണ്. പിന്നെ അവന്റെ വയറ്റിന്റെ അവിടെ ചെറിയൊരു മുറിവുണ്ട്, മുറിവ് പോലത്തെ സംഭവം. ഇത്രയും സാധനങ്ങൾ മേടിച്ച് ഗൈസ്. എന്റെ പിന്നെ എത്ര രൂപ ആയെന്ന് ചോദിക്കാ? 2700 രൂപയായി. പെറ്റ്സിന്റെ ഓരോ സംഭവമൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഗ്രൂമിങ്ങിന് 1800 രൂപ. ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഈ 250 രൂപ ഉണ്ടെങ്കിൽ താടിയും പെട്ടാ മുടിയും പെട്ടാ. ഇത് 1800 രൂപ. ഞാൻ കത്രി ഓടിക്കാൻ പോവാ. അടുത്ത മാസം തൊട്ട് ഞാനാ അവന്റെ ഗ്രൂമർ. എന്തരായി കിടക്കുന്ന? അവര് ഗ്രൂം ചെയ്തപ്പോ പറ്റിയ എന്തോ ഒരു ഇഞ്ചുറിയാണ് ഇത്. ഇല്ല അമ്മ, ഇത് നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അതിന് നമ്മൾ ഓയിൽമെന്റ് മേടിച്ചല്ലേ. പിന്നെ ഡോക്ടറെ കാണിച്ച്. പിന്നെ ഒരു കാര്യം, ഈ ചൂടത്ത് ഇതെല്ലാം വെട്ടി കളഞ്ഞത് കാര്യമാണോ? അത് തന്നെ. പകലിപ്പം പുറത്തോട്ട് അങ്ങനെ ഇറങ്ങാറേ ഇല്ല. ഇവന് ചൂട് സഹിക്കാൻ പറ്റുന്ന അവനറിയാം. കിടക്കുന്ന മരുന്ന് ഇത് ഫുഡില് വേണമെങ്കിൽ കലക്കി കൊടുക്കാം, അല്ലാണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ കേസ്. അയ്യോ, ഇപ്പൊ അച്ഛനും എന്റെ കൂടെ ജിമ്മിന് വരുന്നുണ്ട്. ഓ, എത്ര ദിവസം കൊണ്ട്? 3 ദിവസം കൊണ്ട്. അതെ, 3 ദിവസം കൊണ്ട് അച്ഛനും എന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ ജിമ്മിന്. എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റം? ഭയങ്കര വേദനയില്ലേ? ഞാൻ വൈറ്റിനെ കൂടുതൽ അടിക്കുന്നത്. എത്ര ദിവസത്തിനുള്ളിൽ 6 പാക്ക് വരും? ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് ഇത് ഫാമിലി ബാഗ്. എന്നാലും കുറയും, ചെയ്ത് കുറയും, നല്ലോണം കുറയും, സൂപ്പറായിട്ട് കുറയും. ഫുഡ് കൂടെ കൺട്രോൾ ചെയ്ത് ഫാമിലി ബാഗ് ആയതുകൊണ്ട് വലിയ പാടാ. സെറ്റ് ആകും അതൊക്കെ. പാപ്പൊന്നൊക്കെ പറഞ്ഞ പങ്കെടുത്തോ? കുടിച്ചടാ. അവനതൊക്കെ ഇഷ്ടാ. തള്ളുന്ന് കൈ വെച്ച്. ആ മരുന്ന് അങ്ങോട്ടൊന്ന് കാണിച്ചേമ്മ. അവരത് ഇഷ്ടമല്ല. മരുന്ന് കുടിക്കാം വാ. അപ്പൊ വേണ്ട, മരുന്ന് കുടിക്കാം വാ. ചെല്ല് പൊന്നോമ്പാ. എന്റെ കീഴിൽ നടക്കണത് എന്നാടാ കുച്ച്. വേണ്ടേ വേണ്ടേ കുച്ചടാ വേണ്ടേ? നീ ബാക്കി എല്ലാം എടുത്ത് നീ വായിൽ വിഴുങ്ങുമല്ലേ? എന്നാ ചെറുക്കങ്ങ് പാവമായി. പക്ഷെ ഇല്ലേ, ഹാപ്പിക്ക് ചീപ്പ ഇഷ്ടമല്ലാത്തോണ്ട് കാറിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുന്നു. ഓടി ഇറങ്ങി ഓടി പോയ കണ്ടുപോയിരിക്കുന്നത്. കണ്ടോ? ആ ഇവിടെ വാ, ഇവിടെ വാടാ, ഈ കുപ്പി ഒന്നുകൂടി ഇട്ടാലും മണ്ടനാട്ടോ. ഈ കുപ്പി ഇടുമ്പോ പിന്നെയും വരും. പിടിച്ച് മണ്ടൻ. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഗ്രൂമൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാള് കഴിഞ്ഞിട്ടാട്ടോ. അപ്പൊ ഏകദേശം മുഖത്തൊക്കെ വളർന്നല്ലേ രോമം? എല്ലായിടത്തും കുറച്ച് വളർന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അന്ന് വാക്സിൻ എടുത്തില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഗൈസ് പോയി വാക്സിൻ ഒക്കെ എടുത്തത്. ഇപ്പൊ മൊത്തം 2 വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ പേവിഷബാധയുടെ ഒരു വാക്സിൻ കൂടെ ഉണ്ട്. അതാകുമ്പോഴത്തേന് വാക്സിൻ എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ വർഷത്തിൽ ഓരോ വട്ടം എടുക്കണം അല്ലേ, സെയിം ഡേറ്റിന്. ഇപ്പോഴും ആ ഒരു മുറിവ് ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഓയിൽമെന്റ് ഇട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇഷ്ടം. നമ്മളെവിടെയും പോയാലും നമ്മളെ കൂടെ വരണമെന്നില്ല. എവിടെയെങ്കിലും ഇരുന്നാ മതി അവര്. ഞാൻ ചുരിദാറെടുത്ത് നമ്മൾ ഒരുങ്ങുമ്പോഴേ അവൻ കയറി സെറ്റിയുടെ കീഴിൽ കയറി കിടക്കും. വെയിറ്റ് ഇത് വെട്ടി കഴിഞ്ഞപ്പോ അവൻ ഒത്തിക്കൂടെ കുരുത്തിക്കിട, അവന് ഫ്രീ ആയിട്ട് ഓടാം. അപ്പൊ ഗൈസ്, ഹാപ്പി ഗ്രൂമൊക്കെ ചെയ്യിച്ചൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു സുഹൃത്തുക്കളെ. ഇത് ഗ്രൂം ചെയ്ച്ച കൊള്ളായിരുന്നല്ലേ? കുഴപ്പമൊന്നും വലിയ വൃത്തിയോടൊന്നും ഇല്ലായിരുന്നു. ആദ്യം കണ്ടപ്പോ ഒരുമാതിരി തോന്നിയെങ്കിലും പിന്നെ കണ്ട് കുഴപ്പമില്ല, ഓക്കെ ആയി. ഇല്ലടാ നീ ചുന്ദരനായില്ലേ? ആയില്ലേ? പറ ആയിന്ന് പറ. അഹങ്കാരമൊക്കെ ഉണ്ട്. അതെ, ഇപ്പൊ ഈയിടായിട്ട് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ബൈ.